ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. എന്താ ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിയും നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകിയതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സമാധാനം ഉണ്ടായതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, നമുക്ക് റീഡിങ് നോക്കാം. നിങ്ങളെ പ്രതി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് എടുക്കുന്നത്, നിങ്ങളോടുള്ള എനർജി. ഓക്കെ ഓക്കെ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, നിങ്ങളെ പ്രതി വന്നിരിക്കുന്ന എനർജി ഇതാണ്. ഈ കാർഡ്സാണ്. നമുക്ക് നമ്പേഴ്സ് നോക്കാം. 7 ആവർത്തിച്ച് വന്നിട്ടുണ്ട്, 8, 6, 3 വന്നിട്ടുണ്ട്. വാട്ടർ എനർജി, എർത്ത് എനർജി വന്നിട്ടുണ്ട്, ഫയർ എനർജി വന്നിട്ടുണ്ട്, എയർ എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാ സോഡിയക് സൈനും ഇവിടെ പ്രസൻ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ ഉള്ള അവരുടെ തോട്ട് എന്ന് പറയുന്നത്, നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. യാത്രയുടെ കാർഡ് തന്നെയാണ്, ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ലൈഫിലേക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ഒരു പക്ഷേ നിങ്ങളായിരിക്കും അവർക്ക് ഒരുപാട് മോട്ടിവേഷൻ കൊടുത്തിരുന്നത്. അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് സ്റ്റക്കായി നിന്ന പല സ്ഥലത്തും നിങ്ങളുടെ മോട്ടിവേഷൻ കാരണമാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുകയാണ്, നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അവർ വിചാരിച്ചു അവരുടെ ലൈഫിൽ ഒരുപാട് ഗ്രോത്ത് വന്നപ്പോഴത്തേക്ക് ആ ഗ്രോത്ത് ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ള കഴിവ് കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് സ്വയമായി ഉണ്ടായ പല കാര്യങ്ങളും, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ എന്നെ സപ്പോർട്ടായി വന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഗ്രോത്ത് എൻ്റെ ലൈഫിൽ വന്നെന്ന് വിചാരിച്ച് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തിയായിരിക്കാം. കുറേ നന്മ വന്നപ്പോഴത്തേക്ക് എവിടെ നിന്നാണ് എന്നുള്ള രീതി മറന്നുപോയി, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ വയ്യാത്ത അവസ്ഥയിൽ, അവർക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വയ്ക്കാതെ തളർന്നിരുന്ന അവസ്ഥയിൽ അവർക്ക് തോളോട് ചേർന്ന് അവരുടെ സ്റ്റെപ്പിന് പകരം നിങ്ങളുടെ കാലാണ് മുന്നോട്ട് വെച്ച് അവരെ താങ്ങി നടത്തി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അവർ ചിന്തിക്കുന്നു നിങ്ങളെ വിട്ട് ഇപ്പോൾ നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ആണെന്നുള്ള വ്യക്തികൾ, നിങ്ങളെ വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോയ വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ, ഇപ്പോൾ അവർ ചിന്തിക്കുന്നു നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അവർ വേണ്ടത്ര എഫേർട്ട് എടുക്കാതെ മടി പിടിച്ച് നിന്ന ഒരു ജീവിതമായിരുന്നെങ്കിൽ, ഒരിക്കലും ആ ഒരു റിലേഷന് വേണ്ടിയിട്ട്, നിങ്ങളുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവർ വേണ്ടത്ര ജോലി, അല്ലെങ്കിൽ ആ ഒരു റിലേഷനെ കൊണ്ടുപോകാൻ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം, ചില സ്നേഹങ്ങളൊക്കെ കാണിക്കണം, എങ്കിൽ മാത്രമേ മുന്നോട്ട് ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുകയുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സമയത്ത്, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് ചിന്തിക്കാതെ ഒരുപാട് മടി പിടിച്ച് ഇരുന്ന ആ ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത്, എനിക്ക് നിന്നെ സ്നേഹിക്കണം, ഞാൻ നിന്നെ സ്നേഹിക്കുക തന്നെ ചെയ്യും, അതിന് വേണ്ടിയിട്ട് 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വർക്ക് ചെയ്യാൻ, നിങ്ങളിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തയ്യാറാകുന്നു എന്നുള്ളതാണ്. 7 ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരണം. നിങ്ങൾ കൂടാതെ അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ലൈഫിൽ ബെറ്റർ ആയിട്ടുള്ള കാര്യം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ ഇനി സ്നേഹിച്ച്, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്ത്, ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെങ്കിൽ അവരിനി വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നു. അവരുടെ എനർജിയാണ്, ആക്ഷൻ എടുത്തിട്ടില്ല. ഓക്കെ, അവരുടെ ആത്മാവ്, അവരുടെ സോള് പറയുകയാണ്, തിരിച്ചു വരൂ, എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ പ്രാർത്ഥിക്കുന്നുണ്ട്. സോള് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സോളിനോട് സംസാരിക്കുന്നുണ്ട്, ലൈഫിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മയിൽ നിന്ന് മാറിപ്പോകാൻ പറ്റാത്ത, മറക്കണമെന്ന് വിചാരിച്ചാൽ പോലും നിങ്ങൾക്കത് പറ്റാത്തതിൻ്റെ കാരണം അവരുടെ സോള് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരുടെ ഓർമ്മയിൽ നിന്നും വിട്ടു മാറാൻ പറ്റാത്തത്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഗ്രോത്താണ് കാണുന്നത്. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട്.
കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇനി മറ്റുള്ളവർ ആരെങ്കിലും എതിർത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഉത്തരവാദിത്തപ്പെട്ട ഒരു കിങ്ങിനെ പോലെ ഒരു തീരുമാനം എടുത്തില്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളെ നഷ്ടപ്പെടും. നിങ്ങളെ തിരിച്ച് എന്നേക്കുമായിട്ട് അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ കാല് വീണ് പോകുക എന്നുള്ളതാണ്. അല്ലാതെ അവർ ഒരിക്കലും നിങ്ങളിലേക്ക് കടന്നു വരത്തില്ല. നിങ്ങളായിരുന്നു ഇത്രയും നാളും അവരെ അങ്ങനെ ശീലിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്ത് ലൈഫിലുണ്ടിരുന്നാലും നിങ്ങൾ പിറകെ ചെന്ന് കാല് പിടിച്ച് അവരെ കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതായിരുന്നു നിങ്ങൾ അവരെ ശീലിപ്പിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ ആ ഒരു പോസിറ്റീവാണ് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റിങ്ങിലായിരിക്കുന്നത്. ഈഗോ കൂടും. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈഗോ കൂടും. അവരുടെ ഭാഗത്തുണ്ടാകുന്ന തെറ്റുകൾ പോലും നിങ്ങളിലേക്ക് ആരോപിച്ചുകൊണ്ട് അവർ കൂടുതൽ സ്ട്രെങ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു വഴി നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ അവർ അവരുടെ സ്ഥാനത്തേക്ക് നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങളിൽ തന്നെയാണ് പിടിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ ശ്രദ്ധ മറ്റെന്തെങ്കിലും ആക്കുന്നത്, അവരുടെ ജോലിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങളുടെ സ്നേഹം അവരെപ്പോഴും അങ്ങോട്ട് അവരിലേക്ക് വലിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരിപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതലായിട്ടും അവരുടെ ജോലിയിലേക്കും മറ്റും ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കിങ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളോട് സ്നേഹമുണ്ട്. ക്യൂൻ ഓഫ് വാൻസും കിങ് ഓഫ് കപ്പും സെയിം എനർജിയാണ് പറയുന്നത്. ഒരു ഫെമിനൈൻ മസ്കുലൈൻ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരുപാട് കെയറിങ് നേച്ചറും അതോടൊപ്പം തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളും അവരുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇമോഷൻ പ്രകടമാക്കുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇമോഷൻ പരമായിട്ട് യാതൊന്നും ഇപ്പോൾ പ്രകടമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഒരിക്കൽ പോലും നിങ്ങളെ വേണ്ടത്ര നിങ്ങൾ അർഹിക്കുന്നതായിട്ടുള്ള ഒരു സന്തോഷം, ഒരു ജീവിതം നിങ്ങൾക്ക് തന്നിട്ടില്ല എന്ന് നിങ്ങളുടെ പേഴ്സണ് സ്വന്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് പറയത്തില്ല, നിങ്ങളോട് ചിലപ്പോൾ ഓപ്പണായിട്ട് തുറന്ന് പറയാൻ മടിയായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ അറിയാം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ശരിയല്ല, ഞാൻ അർഹിക്കുന്നതായ നിങ്ങൾ കൊടുത്ത കെയറും സപ്പോർട്ടിനും അനുസരിച്ചൊന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പെയിൻ സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. ചില തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ഹൃദയത്തെ വേദനിപ്പിച്ച് പോയി, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. സമയം അനുകൂലമല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതെന്നും ഒന്ന് അവസാനിപ്പിച്ച് ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന കാര്യത്തെ അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു റീയൂണിയൻ വേണമെന്ന് ഈ ഒരു സമയത്ത് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന തോട്ടാണിത്. ഓക്കെ, ഒരു പക്ഷേ ഇത് നിങ്ങൾക്കും വരുന്ന എനർജി ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ കൂടിയും ഇങ്ങനെയുള്ള തോട്ടുകൾ കടന്നു പോകുന്നുണ്ടായിരിക്കും. നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരും മാത്രം തുടർന്ന് കാണുക. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് കറണ്ട് ഫീലിങ്സും തോട്ടുമാണുള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയോടൊപ്പം എന്ത് കറണ്ട് ഫീലിങ്സും തോട്ടുമാണുള്ളത്? ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 1 ആണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. സണ്ണിൻ്റെ കാർഡാണ്. 5 നമ്പർ വന്നിട്ടുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയോട്
അൺകംഫർട്ടബിൾ ആയിട്ടുള്ള, അവർക്ക് കംഫർട്ടല്ല, തേർഡ് പാർട്ടിയോടൊപ്പമുള്ള ഈ ഒരു സമയം അവർക്ക് കംഫർട്ടായിട്ട് തോന്നുന്നില്ല. അവർക്കിപ്പം ഒരു സണ്ണ് അവരുടെ ലൈഫിൽ നിന്നും ഇരുട്ടിനെ മാറ്റി, കംഫർട്ടല്ലാതിരിക്കുമ്പോൾ അവിടെ ഇരുട്ടാണ്, അപ്പോൾ അത് മാറിയിട്ട് ഒരു സണ്ണ് വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത്. 10 ഓഫ് പെൻറ്റിക്കിളിലേക്ക് കടന്നു പോകണം. നിങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നത്. ചില പ്ലാനുകൾ നടത്തുകയാണ്. 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ പേഴ്സണെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എന്തായിരുന്നാലും അതിൽ നിന്നും വിട്ടുമാറി വരും. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും വിട്ടുമാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടിയിലേക്ക് ചെന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു പക്ഷേ മജീഷ്യനാണ്. അവർക്ക് എന്താണോ ആഗ്രഹം അത് നേടിയെടുക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു കൺകെട്ട് വിദ്യ പോലെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് വിട്ടുമാറുക എന്നുള്ളതാണ്. ഒന്നുകിൽ ആ ഒരു രീതിയിലായിരിക്കാം തേർഡ് പാർട്ടിയെ യൂസ് ചെയ്തത്. തേർഡ് പാർട്ടിയെ മറ്റുള്ള ഉപയോഗം കഴിഞ്ഞതുകൊണ്ട് തേർഡ് പാർട്ടിയെ ഇപ്പോൾ ഒഴിവാക്കി നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ട് മെൻ്റലി ശരിയാകുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ഒരിക്കലും മറക്കുവാൻ, ഫസ്റ്റ് ലവിനെ മറക്കാൻ കഴിയുന്നില്ല എന്ന് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഫസ്റ്റ് ലവ് എന്ന് പറയുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹമാണ്. ഓക്കെ, പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ പറയുകയാണ് അവർക്ക് ഒരിക്കലും ഫസ്റ്റ് ലവിനെ മറക്കാൻ കഴിയുന്നില്ല, ഒരിക്കലും മറക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ച് ഒരു ന്യൂ ബിഗിനിങ് വേണമെന്നാണ്. വീണ്ടും ഏസ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു സ്ട്രെങ്ത് എടുക്കണം, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്നാണ് ചിന്തിക്കുന്നത്. തേർഡ് പാർട്ടിയോട് വലിയ ഫീലിങ്സ് ഒന്നും കാണുന്നില്ല ഇവിടെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോട് ഇപ്പം നല്ല രീതിയിലുള്ള ഒരു ഫീലിങ്സും തോന്നുന്നില്ല. ഓക്കെ, അവരെ വേണ്ട, അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കപ്പ് മറിഞ്ഞ് കിടക്കുന്നു. ഇനി അവർക്ക് മുന്നോട്ട് ഇത് ആവശ്യമില്ല. നിങ്ങളുടെ പേഴ്സണെ ഇനി മുന്നോട്ട് തേർഡ് പാർട്ടിയെ ഇനി നിങ്ങളുടെ പേഴ്സണ് മുന്നോട്ട് ആവശ്യമില്ല. ഇവിടെ മറിച്ചിട്ടിരിക്കുകയാണ് തേർഡ് പാർട്ടിയോടുള്ള സ്നേഹവും എല്ലാം. ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ഓർമ്മയാണ്. ഒരു പക്ഷേ തേർഡ് പാർട്ടിയുമായിട്ട് വിവാഹം കഴിഞ്ഞ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അവരോടൊപ്പം ജീവിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്രണയത്തിലായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഈ പിറകിലുള്ള കപ്പിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നത്. ഈ തട്ടിമറിഞ്ഞ് പോയത് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സാണ് ഇവിടെ തട്ടിമറിഞ്ഞ് പോയിരിക്കുന്നത്. കാരണം നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ആക്ഷൻ അവരെ അവിടെ നിൽക്കാൻ അനുവദിക്കുന്നില്ല, തിരിച്ച് കൊണ്ടുവരുന്നതാണ്. ഓക്കെ, പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ശരിയായി പോകുന്നില്ല. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫ്യൂച്ചറിൽ തേർഡ് പാർട്ടിയെ പൂർണ്ണമായും വിട്ട് എൻ്റെ വ്യൂസിലേക്ക് തിരിച്ചു വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടിയെ വിട്ടുകൊണ്ട് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ തിരിച്ചു വരുമോ പൂർണ്ണമായിട്ടും? യെസ്, പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? അയ്യോ, എനിക്ക് വയ്യ. അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ സ്നേഹിക്കുകയാണ്. വേറെ എവിടെ ചെന്നിരുന്നാലും അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹം ഇവിടെയാണ്. അപ്പം മറ്റടുത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതേ കണക്ക് തന്നെ മാരേജിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു റീയൂണിയൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ചേർന്നേ പറ്റൂ. കാരണം അൺകണ്ടീഷണലായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് 7 ഓഫ് കപ്പ് വന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സണ് ഭ്രമം തോന്നി മറ്റു ചില കാര്യങ്ങളിലേക്ക് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളോടാണ് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ വലിയ അട്രാക്ഷൻ തോന്നുന്നു. മറ്റുള്ളവരെ കഴിയും ഏറ്റവും തേജസ്സായിട്ട് നിങ്ങളെയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ റീഡിങ്ങും കൂടി എടുക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു. എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള ചിന്ത എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ മൈൻഡ്, തോട്ട്, എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അത് 9 ഓഫ് കപ്പ്,
7 ഓഫ് വാൻസ്. ഓക്കെ, നിങ്ങൾ ക്ഷമിക്കുകയാണ്, എന്തിനും ക്ഷമയാണ് നിങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറയുകയാണ് മാപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ മാപ്പ്, നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് ചോദിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങൾക്കിപ്പം മറ്റൊന്നിലേക്കും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധയില്ല. നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും നിങ്ങളുടെ പേഴ്സണിലേക്ക് മാത്രമാണ്, അല്ലെങ്കിൽ ഒരൊറ്റ കാര്യത്തിലേക്ക്, ഒന്നുകിൽ തേർഡ് പാർട്ടിയിലേക്കായിരിക്കാം. കാരണം ഇവിടെ 3 കപ്പുകളാണ് വന്നിരിക്കുന്നത്. ആ ഒരു 3 കപ്പിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള ആ ഒരു വിചാരത്തിൽ നിങ്ങൾ ഒരുപാട് ടെൻഷനോടുകൂടി ഇരിക്കുന്ന അവസ്ഥയായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പഴയ സംഭവങ്ങൾ, ഒരുപാട് സ്നേഹവും കെയറിങ്ങും ഒക്കെ കിട്ടിയ നിമിഷങ്ങളെ നിങ്ങൾ ആവർത്തിച്ച് ഓർത്തുകൊണ്ട് നിങ്ങളിപ്പോൾ നിങ്ങൾ ക്ഷമ കൊടുക്കാനും അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുവാനും കൊടുക്കാനും ഒക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരുപാട് 9 ഓഫ് കപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എന്തോ ഒന്ന് കുറവ്, ആ ഒരു വ്യക്തി, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തത് നിങ്ങൾക്ക് ഈ 9 കപ്പും മറിഞ്ഞു കിടക്കുന്നതിൻ്റെ ഫീലിങ്സാണ്. എല്ലാം ഉണ്ട്, പക്ഷേ ആ ഒരു ദീപം തെളിയാത്തത് കൊണ്ട് നിങ്ങൾ ഇരുട്ടിലായതുപോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങൾ വിചാരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ ചിലവാക്കണം, അതാണ് നിങ്ങളുടെ ലൈഫ്. അതല്ലാണ്ട് നിങ്ങളുടെ പേഴ്സണെ ചുറ്റി അല്ലാണ്ട് നിങ്ങൾക്കൊരു ലൈഫില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ നിങ്ങൾ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് പുതുതായിട്ട് 2 പേർക്കും കൂടി ചേർന്ന് മുന്നോട്ട് നല്ല രീതിയിൽ പോകാം. എൻ്റെ ഭാഗത്ത് തെറ്റുകുറ്റങ്ങളുണ്ട്, ആ തെറ്റുകുറ്റങ്ങളെല്ലാം ഞാൻ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. എൻ്റെ ലൈഫിൽ ഇന്ന കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ മതിയാക്കുകയാണ്. എനിക്ക് മുന്നോട്ട് നിങ്ങളുമായിട്ടൊരു സന്തോഷത്തിൽ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇത് പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉള്ള എനർജി കൂടി നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ്, പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ ഉള്ള എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പോഴുള്ള കറണ്ട് എനർജി എന്താണ്? ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഹീലിംഗ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹീലിംഗ് വേണം. നിങ്ങൾക്ക് ഹീലിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വിഷമഘട്ടങ്ങളെല്ലാം മാറിപ്പോവുകയുള്ളൂ. ഇവിടെ ഒരു ഹാപ്പി ആയിട്ടുള്ള എനർജി വന്നിട്ടില്ല. എല്ലാം ഒരു ഹീലിംഗ് വന്നെങ്കിൽ മാത്രമേ മുന്നോട്ട് നല്ല രീതിയിൽ പോകുകയുള്ളൂ. ഓക്കെ, ചില കാര്യങ്ങൾ ഹീലിംഗ് ആക്കുക. ഓക്കെ, ചില കാര്യങ്ങൾ വിട്ടുകളയാൻ ചില വ്യക്തികൾ തീരുമാനിച്ചിരിക്കുന്നു. അത് ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കാം, സാമ്പത്തികപരമായിട്ടായിരിക്കും. കുറേ നാൾ നിങ്ങൾ നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്നും, നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ കെയർ ചെയ്ത ഒരു സ്ഥലത്ത് നിന്നും നിങ്ങൾ വിട്ടുകളയുവാൻ, ചിലതൊക്കെ ഉപേക്ഷിച്ച് പോകാൻ നിങ്ങൾ തയ്യാറാകുന്നു. ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറിപ്പോകുന്നതായിട്ട് കാണുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഒരുപാട് വിഷമം ഉള്ളതായി കാണുന്നു. നിങ്ങൾ പോകുന്നത് വളരെ സന്തോഷത്തിലൊന്നുമല്ല, ഒരുപാട് വിഷമത്തോടു കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ, നിങ്ങളെ ചുറ്റിപ്പറ്റി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നു. നിങ്ങൾ സ്റ്റേബിളായിരിക്കുന്നു. സ്വന്തമായിട്ട് നിലനിൽപ്പ് വേണം. ഏത് കഠിന വഴിയിൽ കൂടിയും പോകാൻ തയ്യാറായിക്കൊണ്ട് ഏത് ചുവട് മുന്നോട്ട്, എത്ര കഠിനമായിട്ടുള്ള ചുവടാണെങ്കിലും ഞാൻ മുന്നോട്ട് പോകാൻ ഇനി തയ്യാറാണ്, എന്തും ഞാൻ നേരിടാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്ട്രോങ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ യാത്ര തുടങ്ങാൻ പോകുന്നു. ചില അധികാരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഒന്നുകിൽ നിങ്ങൾ ചില
കാര്യങ്ങളുടെ കുറച്ച് ആൾക്കാരുടെ ഉത്തരവാദിത്തങ്ങൾ ഒരു രാജാവ് എങ്ങനെയാണ് ഉത്തരവാദിത്തങ്ങൾ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്, അതുപോലെ നിങ്ങളുടെ വീട്ടിൻ്റെ ഉത്തരവാദിത്തങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളോ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരാൻ പോകുന്നു. അതിൻ്റെ കൺട്രോളും കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് നിങ്ങളായിരിക്കാം. ഓക്കെ, ചില ഇമോഷനെ നിങ്ങൾ മറയ്ക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ചില സമയത്ത് ഉണ്ടാകുന്നുണ്ടായിരിക്കാം. അതൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കാതെ ആ കരച്ചിലും ഒക്കെ നിങ്ങളൊരു കണ്ണുനീര് വന്നെങ്കിലും നിങ്ങളത് ദേഷ്യം കൊണ്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് മറയ്ക്കുന്ന രീതിയിൽ നിൽക്കുന്നു. ഓക്കെ, ഒരുപാട് കഠിനാധ്വാനം നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുണ്ട്. എനിക്ക് കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ എൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായി കാണുന്നു. ഹാങ്ഡ് മാൻ വന്നിരിക്കുകയാണ്. ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ചിന്ത തെറ്റായ ദിശയിലൂടെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലൈറ്റ് തലയ്ക്ക് ചുറ്റും ഓറ പവർ, നല്ല രീതിയിൽ ശക്തമായ ഓറ പവർ നിങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഹാങ്ഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്ത മറ്റൊരു രീതിയിൽ ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓരോ തീരുമാനങ്ങൾ മുന്നോട്ടെടുക്കുക. ഒന്നിലും സ്റ്റക്കായി നിൽക്കാതെ നിങ്ങൾ ഹീലിംഗ്, നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് ഹീലിംഗ് വേണ്ടത്, ചില വ്യക്തികളുമായിട്ട് നിങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ മനസ്സിൽ ഒരു ഹീലിംഗ് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചതായിട്ട് തോന്നും. സാമ്പത്തിക നഷ്ടങ്ങളായിരിക്കാം, ഇമോഷണൽ പരമായിട്ടുള്ള നഷ്ടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി നിങ്ങൾ ഒരുപാട് വിഷമിച്ച് നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടി നിൽക്കുന്നു. എല്ലാവരും നിങ്ങളുടെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നത്. നീ കാരണമാണ് എന്നുള്ളൊരു എനർജിയിൽ കൂടിയും നിങ്ങൾ കടന്നു പോകുന്നു. ആരോടും തിരിച്ച് ഒന്നും നിങ്ങൾക്ക് കഴിയാതെ നിങ്ങൾ വിഷമിച്ച് തലകുനിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു അനുഭവത്തിൽ കൂടി നിങ്ങൾ ഇന്നേ ദിവസം കടന്നു പോകുന്നു. അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എനർജി ആയിരിക്കാം. ഓക്കെ, ഈ ബെറ്റർ ഫീലിങ്സ് ഇതൊക്കെ മാറി നിങ്ങളുടെ ലൈഫിൽ ഒരു ബെറ്റർ ഫീലിങ്സ് വരും. നിങ്ങളുടെ ഫ്യൂച്ചർ എന്തായി തീരും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചർ ഇപ്പോഴുള്ള ഈ ഒരു വിഷമങ്ങളും കപ്പും 5 ഓഫ് കപ്പിൻ്റെ എനർജിയൊക്കെ മാറിയിട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഫ്യൂച്ചറിൽ സാമ്പത്തികമായിട്ടും ഇമോഷണൽ പരമായിട്ടൊക്കെ അവർ ഉയർച്ചയിലെത്തുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ അവരുടെ ഫ്യൂച്ചറിൽ അവർ ബെറ്ററായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവരുടെ ലൈഫ് അനുഗ്രഹിക്കപ്പെടുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. സൺ കാർഡ് വന്നിട്ടുണ്ട്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് കാർഡാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇത് തന്നെ ഹെറോഫൻറ്റും വന്നിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഏറ്റവും സാമ്പത്തികമായി ഉയർന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരുപാട് നോളജുള്ള വ്യക്തിയാണ്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ തക്കവണ്ണം നോളജ് ഉണ്ട്. സാമ്പത്തികമായി ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ വ്യക്തികളും അവരുടെ മുമ്പിൽ വരും. ഓരോ കാര്യത്തിന് ഒന്ന് നടത്തി തരണമേ, അല്ലെങ്കിൽ പണമില്ല, ഇതിന് ഒരു പോംവഴി പറഞ്ഞു തരണേ എന്നുള്ള രീതിയിൽ എന്ത് കാര്യത്തിന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ട്. ഇന്ന് നിങ്ങളുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ മറ്റ് പല വ്യക്തികളുടെ അടുത്ത് ഓടിപ്പോകുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം നേരെയായി വരണമേ, എനിക്കൊരു സമാധാനം ലഭിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഓരോ ആവശ്യങ്ങൾക്ക് നിങ്ങൾ പല വ്യക്തികളുടെ മുന്നിൽ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ മുന്നിൽ ആൾക്കാർ വന്ന് നിൽക്കും ഓരോ കാര്യങ്ങൾക്ക്. സൺ എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. ലൈഫിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയോ എന്ന് നോക്കുക. ഓക്കെ, ക്ലോസ് കൂടി നമുക്ക് എടുക്കാം. മുംബൈ എന്ന് പറഞ്ഞ സ്ഥലം വന്നിട്ടുണ്ട്. മുംബൈ ആഗസ്റ്റ് മാസം വന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ ലെറ്റർ അശ്വതി. ഓക്കെ, 1 നമ്പർ വന്നിട്ടുണ്ട്. 1-ാം മാസമാകാം. ഓക്കെ, സ്നേക്കിൻ്റെ ടാറ്റു നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ അങ്ങനെ അടിച്ചിട്ടുണ്ടായിരിക്കും. അത് സ്നേക്കിൻ്റെത്. ഫയർഫോഴ്സിൻ്റെ ജോലിയായിരിക്കാം. ഷർട്ട് ഗിഫ്റ്റ് കൊടുത്തത്. വീട്ടുജോലി. ഓക്കെ, പി എന്ന് പറയുന്ന ലെറ്റർ. RSL എന്ന് പറയുന്ന ലെറ്റർ. R വീണ്ടും വന്നിട്ടുണ്ട്. C എന്ന് പറയുന്ന ലെറ്റർ. ഹോട്ടൽ വന്നിട്ടുണ്ട്. ഫോൺ നമ്പർ ലാസ്റ്റ് 4, ഫോൺ നമ്പർ ലാസ്റ്റ് 6, 1982, ഫോൺ നമ്പർ ലാസ്റ്റ് 8, 28, 32. അധ്യാപകൻ. ജലാശയം. നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ താമസിക്കുന്ന ചുറ്റിനും ജലാശയങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. ഓക്കെ,
ട്രാവൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ട്യൂഷൻ ക്ലാസ്സുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കാം. എന്തെങ്കിലും ജോലി ചെയ്യുകയോ അവിടുത്തെ ടീച്ചറായിരിക്കാം. കെ ആൻഡ് ബി വന്നിട്ടുണ്ട് 34, എ വന്നിട്ടുണ്ട്, സി വന്നിട്ടുണ്ട്, 40 നമ്പർ വന്നിട്ടുണ്ട്, 42 വന്നിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്. ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലിയോ ഉണ്ടായിരിക്കാം. വൈ എന്ന് പറയുന്ന ലെറ്റർ 6 തിരുവാതിര. എഫ് എന്ന് പറയുന്ന ലെറ്റർ 24 പൂരിട്ടാതി. 1990 94 വന്നിട്ടുണ്ട്. കാർത്തിക നക്ഷത്രം 1995 98 വന്നിട്ടുണ്ട്. ഐ എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. ബർത്ത്ഡേ ഇന്നേ ദിവസം ആരുടെയെങ്കിലും ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ബർത്ത്ഡേ ദിവസമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ തങ്ങളിൽ കണ്ടത്. കടലിൽ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കടലുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. 1983 വന്നിട്ടുണ്ട്. ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. ഓക്കെ, എസ് വി ആർ വന്നിട്ടുണ്ട്. 2022 വന്നിട്ടുണ്ട്. 2022 23 വന്നിട്ടുണ്ട്. ജൂൺ വന്നിട്ടുണ്ട്. കെ എന്ന് പറയുന്ന ലെറ്റർ വന്നിട്ടുണ്ട്. പൂരം നക്ഷത്രം 10 നമ്പർ വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഷർട്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് ഇട്ട് കാണുന്നതായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. ആംബുലൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം നിങ്ങൾക്ക് ക്ലൂസ് വരുന്നതെന്ന് നോക്കുക. ക്ലൂസ് വന്നില്ലെങ്കിലും എല്ലാ രാശികളും വന്നിരിക്കുന്നത് കൊണ്ട് ക്ലൂസ് റെസൊനേറ്റ് ആയില്ലെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ റെസൊനേറ്റ് ആകുന്നു എന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.